നന്ദൻകോട്ടെ ഒരു സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മകനിൽ നിന്ന് ഒഡീഷയിലെ ഉൾവനങ്ങളിൽ കോടികളുടെ ലഹരി സാമ്രാജ്യം വാഴുന്ന ഡോൺ അലൻ പുന്നൂസിലേക്കുള്ള വളർച്ച സിനിമാ കഥകളെ പോലും വെല്ലുന്നതാണ്. തലസ്ഥാനത്തെ അമ്പലമുക്ക് കൃഷ്ണകുമാർ ഗ്യാങ്ങിലെ പ്രമുഖനായിരുന്ന നന്ദൻകോട് സ്വദേശി അലൻ ജയരാജ് ലഹരി മാഫിയയുടെ ലോകത്ത് അലൻ പുന്നൂസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൊലക്കേസിൽ കോടതി ഇയാളെ വെറുതെ വിട്ടെങ്കിലും കുറ്റകൃത്യങ്ങളുടെ ലോകം ഉപേക്ഷിക്കാൻ അലൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഒഡീഷയിലെ കോറാപുട്ടിൽ 300 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ ഫാക്ടറിയുമായി പിടിയിലാകുമ്പോൾ അലൻ പൊന്നു എന്ന ഈ ക്രിമിനൽ ഇനി പുറംലോകം കാണാൻ സാധ്യത കുറവാണ്. ഒഡീഷയിലെ നക്സൽ മേഖലയിൽ ഹാഷിഷ് ലാബ് തന്നെ ഉണ്ടാക്കി. കുറ്റകൃത്യങ്ങളിലൂടെ ദാവൂദ് ഇബ്രാഹിം അധോലോക രാജാവായതിന് സമാനമാണ് അലൻ പൊന്നുവിന്റെയും വളർച്ച. തിരുവനന്തപുരത്തെ ഗുണ്ടാലോകത്തെ ഞെട്ടിച്ച കണ്ണാടി ഷാജി വധക്കേസിൽ അലൻ പ്രതിയായത് വെറും ചെറുസഹായങ്ങളുടെ പേരിലായിരുന്നില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരം. തന്റെ മുൻ നേതാവായ കണ്ണാടി ഷാജിയെ എതിർപക്ഷത്തുള്ള അമ്പലമുക്ക് കൃഷ്ണകുമാർ ഗ്യാങ്ങിന് ഒറ്റിക്കൊടുത്തത് അലനാണെന്ന സൂചനകൾ ശക്തമാണ്. ഷാജിയുടെ ഒളിത്താവളം കൃഷ്ണകുമാറിന് കൃത്യമായി ചോർത്തി നൽകിയതോടെയാണ് ആ കൊലപാതകം നടന്നത്. ഇതിനു പിന്നാലെ ഷാജിയുടെ അനുയായികൾ അലനെ നോട്ടമിട്ടതോടെയാണ് ജീവൻ രക്ഷിക്കാൻ ഇയാൾ തലസ്ഥാനം വിട്ടത്. തിരുവനന്തപുരം ശാസ്തമംഗലത്ത് വീട് വാടകയ്ക്കെടുത്ത് ടാറ്റു സ്റ്റുഡിയോയുടെ മറവിൽ അലൻ രാജ് മുൻപ് ലഹരി കച്ചവടം നടത്തിയിരുന്നു. ശരീരത്തിൽ ടാറ്റു പതിക്കാനെത്തുന്ന വിദ്യാർത്ഥികളെ സൗഹൃദത്തിൽ കുരുക്കി മയക്കുമരുന്നിന് അടിമകളാക്കുകയായിരുന്നു അലന്റെ തന്ത്രം. ഇവിടെ ലഹരി ഉപയോഗിക്കുന്നതിനും അലൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. എന്നാൽ പോലീസ് റെയ്ഡ് കടുപ്പിച്ചതോടെ കേരളം വിട്ട അലൻ തന്റെ സാമ്രാജ്യം അന്തർസംസ്ഥാന തലത്തിലേക്ക് വ്യാപിച്ചു. കേരള പോലീസിനും എക്സൈസിനും ഈ കൊടും കുറ്റവാളിയെ തൊടാൻ കഴിയാതിരുന്നതിന് പിന്നിൽ പോലീസിനുള്ളിലെ ചില അവിഹിത ബന്ധങ്ങളാണെന്ന് എക്സൈസ് രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തുന്നു. അലന്റെ അടുത്ത ബന്ധുവിന് പോലീസിലുള്ള സ്വാധീനം ഉപയോഗിച്ച് തനിക്കെതിരെയുള്ള ഓരോ നീക്കവും അലൻ നേരത്തെ ചോർത്തിക്കിട്ടിയിരുന്നു. ഇത് പോലീസിനെ വെട്ടിച്ച് വർഷങ്ങളോളം ഒളിവിൽ കഴിയാൻ അലനെ സഹായിച്ചു. ബംഗളൂരു കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വ്യാപാരം ആരംഭിച്ച അലൻ പിന്നീട് ആന്ധ്ര ഒഡീഷ അതിർത്തിയിലെ നക്സൽ സ്വാധീന മേഖലകളിലേക്ക് താവളം മാറ്റി. അച്ഛൻ മരിച്ചതോടെ അമ്മ തനിച്ചായെങ്കിലും അമ്മയെപ്പോലും കാണാൻ അലൻ നാട്ടിൽ വരാറില്ലായിരുന്നു. ബംഗളൂരുവിൽ വെച്ചാണ് അമ്മ മകനെ കണ്ടിരുന്നതെന്നാണ് എക്സൈസ് പറയുന്നത്. അടുത്ത സുഹൃത്തുക്കൾ പോലും അലന്റെ വരവോ പോക്കോ അറിയില്ലായിരുന്നു. അർദ്ധരാത്രിയിൽ മുറിയിൽ തട്ടുമ്പോൾ മാത്രമാണ് അവർ പോലും അലൻ എത്തിയ വിവരം അറിയുന്നത്. ഒഡീഷയിലെ കോറാപുട്ടിലെ ജലാപുഡ് റിസർവോയറിനുള്ളിലുള്ള അതീവ രഹസ്യമായ ദ്വീപിലായിരുന്നു അലൻ തന്റെ ഹാഷിഷ് ഓയിൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ചത്. വനത്തിനുള്ളിൽ അത്യാധുനിക ലാബ് സൗകര്യങ്ങളോടെ കഞ്ചാവ് വാറ്റി ഹാഷിഷ് ഓയിലാക്കി മാറ്റുകയായിരുന്നു പ്രവർത്തനം. ഒഡീഷ പോലീസ് നടത്തിയ റെയ്ഡിൽ 1800 ലിറ്റർ ഹാഷിഷ് ഓയിലും 1000 കിലോ കഞ്ചാവുമാണ് പിടിച്ചെടുത്തത്. 28 kV ജനറേറ്ററും മോഡിഫൈഡ് പ്രഷർ കുക്കറും അടങ്ങിയ വലിയൊരു സജ്ജീകരണം തന്നെ പോലീസ് തകർത്തു. ആന്ധ്രയിലിരുന്ന് കേരളത്തിലെ മയക്കുമരുന്ന് കച്ചവടം നിയന്ത്രിക്കാൻ അലന് കൃത്യമായ ശൃംഖലയുണ്ടായിരുന്നു. ഇടവക്കോട് കൊലക്കേസിലെ പ്രതി പാറ അഭിലാഷായിരുന്നു അലന്റെ വലങ്കൈ. കേരളത്തിൽ അഭിലാഷാണ് കച്ചവടം നിയന്ത്രിച്ചിരുന്നത്. റിട്ടയർഡ് എസ്പിമാരുടെ മക്കൾ മുതൽ ഗുണ്ടാ നേതാക്കൾ വരെ അലന്റെ സിൻഡിക്കേറ്റിലുണ്ടായിരുന്നു. കേരളത്തിലെ ജയിലുകളിലേക്ക് പോലും മയക്കുമരുന്ന് കടത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു എന്നത് പോലീസിന് നാണക്കേടായി. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ചരക്ക് വാഹനങ്ങളിൽ പരിശോധന കുറവായതിന്റെ മറവിലാണ് അലൻ ടൺ കണക്കിന് കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചത്. തിരുവനന്തപുരം തച്ചോട്ടുകാവിലും ആക്കുളത്തും എക്സൈസ് നടത്തിയ റെയ്ഡുകളിൽ പിടികൂടിയ കഞ്ചാവിന് പിന്നിൽ അലൻ ആണെന്ന് വ്യക്തമായിരുന്നു. മയക്കുമരുന്ന് എത്തിക്കാൻ വോൾവോ ബസ്സുകളിൽ വിദ്യാർത്ഥികൾ എന്ന വ്യാജേന ഇവർ ബാഗുകളിലാക്കി മയക്കുമരുന്ന് കടത്തിയിരുന്നു. സാഹസികമായ നീക്കത്തിലൂടെ ഡ്രോണുകളും ബോട്ടുകളും ഉപയോഗിച്ചാണ് ഒഡീഷ പോലീസ് ഈ സിൻഡിക്കേറ്റിന്റെ അടിവേരറുത്തത്. DIG കൻവർ വിശാൽ സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അലനെയും കൂട്ടാളികളായ ആനന്ദ് രാജ്, കിരൺ, ബിത്തു എന്നിവരെയും പിടികൂടിയത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സാധാരണക്കാരായ യുവാക്കളെ ലഹരിയുടെ കാണാക്കയങ്ങളിലേക്ക് തള്ളിവിട്ട് കോടികൾ കൊയ്ത അലൻ രാജിന്റെ ക്രിമിനൽ ജീവിതം അവസാനിച്ചിരിക്കുകയാണ്. തന്റെ പഴയ നേതാവായ കണ്ണാടി ഷാജിയെ ഒറ്റിക്കൊടുത്തു തുടങ്ങിയ കുതിപ്പ് ഒടുവിൽ അഴിക്കുള്ളിൽ അവസാനിക്കുമ്പോൾ തലസ്ഥാനത്തെ ഗുണ്ടാലോകത്തും ലഹരി വിപണിയിലും വലിയൊരു ശൃംഖലയാണ് തകരുന്നത്. പ്രതികളെ കേരളത്തിലെത്തിച്ച് കൂടുതൽ കേസുകളിൽ തെളിവെടുപ്പ് നടത്താനാണ് എക്സൈസിന്റെയും പോലീസിന്റെയും തീരുമാനം. ഇയാളെ കേരളത്തിലേക്ക് എത്തിക്കുന്നതോടെ പോലീസിനുള്ളിലെ അവിഹിത ബന്ധങ്ങളും ചോർത്തലുകളും സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നന്ദൻകോട്ടെ ഓട്ടോ ഡ്രൈവറുടെ മകൻ തുടങ്ങിവെച്ച ആ ചോരയും ലഹരിയും നിറഞ്ഞ സാമ്രാജ്യം ഇനി ജയിലടികൾക്കുള്ളിൽ അസ്തമിക്കും.